ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെയർ ആക്ട് വെച്ചിട്ട് അതായത് ഇൻഡെക്സ്, ബെയർ ആക്ടിന്റെ ഇൻഡെക്സ് മാത്രം നോക്കി നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ ബെയർ ആക്ട്സ് ഉണ്ടാവണം. അപ്പം ഇതിലിപ്പോ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുണ്ട്, CPC യിൽ നിന്നുണ്ട്, IPC യിൽ നിന്നുണ്ട്, CRPC എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പുതിയ ആക്ട്സ് ആണല്ലോ ആഡ് ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അത് മാത്രം കൊണ്ടുപോയാൽ പോരെ? അതായത് ഇപ്പൊ ഭാരതീയ ന്യായ സംഹിതയോ അല്ലെങ്കിൽ ഭാരതീയ സാക്ഷ്യ അധിനിയമോ ഒക്കെ കൊണ്ടുപോയാൽ പോരെ, CRPC കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ ആയിരിക്കും പലർക്കും ഉണ്ടാവുന്ന കൺഫ്യൂഷൻ. ആക്ച്വലി നമ്മൾ ഇവരുടെ സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ CRPC എടുത്തു കളഞ്ഞതായിട്ട് കാണിക്കുന്നില്ല. രണ്ടും പറയുന്നുണ്ട്. അതായത് CRPCയും പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്നും പറയുന്നുണ്ട്. അതായത് രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതാണ്. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പുതിയ ആക്ട് മാത്രം, പുതിയ ബെയർ ആക്ട്സ് മാത്രമാണ് കൊണ്ടുപോകുന്നെങ്കിൽ നമുക്ക് ആ ഒരു കമ്പാരിറ്റീവ് ചാർട്ട് വെച്ചിട്ട് സെക്ഷൻസ് കമ്പയർ ചെയ്യാം എന്നുള്ളതല്ലാതെ ടെക്സ്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ, അതായത് ആ സെക്ഷന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പുതിയ ആക്ട് മാത്രം കൊണ്ടുപോയാൽ ആൻസർ ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് പുതിയ ആക്ടും കൊണ്ടുപോകണം, പഴയ ആക്ടും കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഫസ്റ്റ് വരുന്നതാണ് ബെയർ ആക്ടിന്റെ ഇൻഡെക്സിൽ നിന്നും നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാം എന്നുള്ളത്. അതാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ആദ്യം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ചോദ്യം തരും, അതിൽ നിന്നും ആർട്ടിക്കിൾസ് തരും. അതായത് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ എന്താണ് ആ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവും, എന്നിട്ട് അത് ഏത് ആർട്ടിക്കിളിലാണ് അല്ലെങ്കിൽ ഏത് സെക്ഷനിലാണ് വരുന്നത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ആർട്ടിക്കിൾ ആണ്, വേറെ ഏതെങ്കിലും സബ്ജക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഏത് സെക്ഷൻ ആണ്, അതായത് ആ സെക്ഷനിൽ എന്താണ് പറയുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ തരും, എന്നിട്ട് ഏത് സെക്ഷൻ ആണെന്ന് ചോദിക്കുക. ഇത് വളരെ സിമ്പിൾ ആണ്. ഇതിന് നമുക്ക് എന്താണ് ബെയർ ആക്ട് എടുത്തു വെച്ചിട്ട് കണ്ടൻസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവും. ഈ കണ്ടൻസിൽ ഈ ചോദ്യം എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ടൈറ്റിൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എവിടെയാണ് എന്ന് ഡയറക്റ്റ് ഉത്തരം അറിയാവുന്നവരാണെങ്കിൽ യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല, നേരിട്ട് അതിന്റെ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഇപ്പൊ ഓവർ കോൺഫിഡൻസ് ഒന്നും വേണ്ട, നിങ്ങൾ ഏത് ഉത്തരമാണോ എഴുതാൻ പോണത് അതൊന്ന് വെരിഫൈ ചെയ്തിട്ട് എഴുതുക എന്നുള്ളതും നിർബന്ധമാണ്. കാരണം ഇതൊന്നും തെറ്റിക്കേണ്ട ആവശ്യമില്ല. തെറ്റിക്കാതെ നമുക്ക് നോക്കി എഴുതാവുന്നത് കാരണം ഇത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ടൈറ്റിൽ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ലേഡ് ഡൗൺ ഇൻ ഏത് ആർട്ടിക്കിളിലാണ് എന്നാണ് ചോദ്യം. അതിൽ ആർട്ടിക്കിൾ 1. അപ്പോൾ നിങ്ങൾ ബെയർ ആക്ട് എടുക്കുക, നേരെ കണ്ടന്റ് പോർഷനിൽ പോകണം. കണ്ടന്റ്സിൽ പോയിട്ട് ആർട്ടിക്കിൾ 1 എന്താന്ന് നോക്കുക. അപ്പൊ നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ ആണ്. അപ്പൊ നെയിം എന്ന് കണ്ട ഉടനെ കയറി അത് കുത്താൻ നിൽക്കരുത്, മുഴുവനായിട്ട് വായിക്കണം. നെയിം ആൻഡ് ടെറിട്ടറി ഓഫ് ദ യൂണിയൻ ആണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 1 അല്ല. ആർട്ടിക്കിൾ 5 നോക്കണം, സിറ്റിസൺഷിപ്പ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ആർട്ടിക്കിൾ 5 അല്ല. ടൈറ്റിൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 5 പറയുന്നില്ല. പിന്നെ ഓപ്ഷൻ സി 390 എടുത്ത് നോക്കണം. അപ്പൊ ഇത് 390 എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ കയ്യിൽ ബെയർ ആക്ട് എടുത്ത് വെച്ചിട്ട് ഇതേപോലെ മറിച്ച് നോക്കണം. അതൊരു പ്രാക്ടീസ് ആവും, എന്നാലേ അവിടെ പോയിരുന്ന് നമുക്ക് ഇത് നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ആകെപ്പാടെ അവിടെ ഇരുന്ന് നമുക്ക് വെപ്രാളം പിടിക്കേണ്ടി വരും. ഇത് എവിടെ കിടക്കുന്നു, പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്നതല്ല, ഈ സാധനം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ 390 അല്ല, കാരണം 379 to 391 റിപ്പീൽഡ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. ഇനി പിന്നെ നോക്കേണ്ടത് അടുത്ത ആർട്ടിക്കിൾ പറയുന്നത് 393 കൊടുത്തിരിക്കുന്ന ഷോർട്ട് ടൈറ്റിൽ എന്നാണ്. ഓക്കെ, നമ്മൾ കണ്ടന്റ് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഷോർട്ട് ടൈറ്റിൽ എന്നാണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ടൈറ്റിൽ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ലേഡ് ഡൗൺ എന്ന ചോദ്യം, പക്ഷെ 393 ഷോർട്ട് ടൈറ്റിൽ എന്നാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഷോർട്ട് ടൈറ്റിൽ നിങ്ങൾക്ക് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ടൈറ്റിൽ
കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷോർട്ട് ടൈറ്റിൽ എവിടെയാണ് കിടക്കുന്നത്? 393ലാണ്. ഇനി അതും അപ്പൊ ഇൻഡെക്സിൽ നിന്നാണ് നമുക്ക് ഉത്തരം കിട്ടി. ഇനി അതൊന്നുകൂടെ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അകത്ത് പോയി ആർട്ടിക്കിൾ 393 എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് കിടക്കുന്നത് ആർട്ടിക്കിൾ 393 ആണ് എന്ന് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇത് നോക്കൂ, സാധാരണഗതിയിൽ നമ്മൾ എല്ലാ ആക്ടുകളിലും എപ്പോഴും ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഒരു ഭാഗത്ത് ഉണ്ടാവും. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ടൈറ്റിൽ കിടക്കുന്നത് നമുക്ക് മൊത്തം 395 ആർട്ടിക്കിൾസ് അല്ലേ ഉള്ളൂ. അതിൽ എത്ര 393ലാണ് കിടക്കുന്നത്. അതായത് ഏകദേശം അവസാന ഭാഗത്തായിട്ടാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ടൈറ്റിൽ കിടക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത് 17ലെ ചോദ്യമാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇൻഡെക്സിൽ നിന്ന് തന്നെ ചോദ്യം ത്തിന്റെ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ 17ൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾസ് ഉണ്ട്, പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ സ്കെഡ്യൂൾസും ഉണ്ട്. അതിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിനെ കുറിച്ച് പറയുന്നത് ഏത് ഷെഡ്യൂളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ഉത്തരം കുത്തുക. അതല്ലെങ്കിൽ ആ ഉത്തരം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു നോക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ബെയർ ആക്ട് ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾസ് എടുത്ത് നോക്കുക. സ്കെഡ്യൂൾസ് എടുത്ത് നോക്കുമ്പോൾ 1, 2, 3, 4 അപ്പൊ അത് ഇവിടെ കിടക്കുന്നത് എന്താണ്, നമ്മുടെ ഈ ന്യൂമറിക്കൽസിലാണ് കിടക്കുന്നത്. പക്ഷെ നമ്മൾ സ്കെഡ്യൂൾസ് എടുത്ത് നോക്കുമ്പോൾ അത് റോമൻ ലെറ്റേഴ്സിലായിരിക്കും കിടക്കുന്നത്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ കൂടെ വരും ഏത് സ്കെഡ്യൂൾ ആണെന്നുള്ളത്. അപ്പൊ ഇത് ആക്ച്വലി ഷെഡ്യൂൾ 1 എടുത്ത് നോക്കണം, 2 എടുത്ത് നോക്കണം എന്ന് ഞാൻ പറയത്തില്ല. കാര്യം എന്താ, 1, 2, 3 ഒന്നും എടുത്ത് നോക്കണ്ട. എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഷെഡ്യൂൾ 7 എന്താന്ന് നോക്കാം. ഷെഡ്യൂൾ 7 deals with list 1, list 2, list 3, union list, concurrent list, state list, concurrent list എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ ഉത്തരം ഷെഡ്യൂൾ 7 ആണ്. അപ്പം ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾസ് മാത്രം എടുത്ത് നോക്കാം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇൻഡെക്സ്, അതായത് ബെയർ ആക്ട് മൊത്തത്തിൽ തുറന്നു വെക്കാതെ ഇൻഡെക്സ് മാത്രം നോക്കി ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് ജയിക്കാനുള്ള തരത്തിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം അതിന് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെയർ ആക്ട് എടുത്തു വെച്ച് ഇത് നോക്കി ഒരു ശീലം ഉണ്ടാവണം. അതല്ലെങ്കിൽ കാണാതെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വേറൊരു പാറ്റേൺ ആണ്. ഇൻഡെക്സിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ IPC എടുക്കുക. IPC കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. IPCയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏത് സെക്ഷനിലാണ്, അതായത് ഇപ്പൊ നമ്മളൊരു ഒഫൻസിനെ കുറിച്ചാണ് അവിടെ തന്നിരിക്കുന്നത്. അതെ, ഒഫൻസ് എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് സെക്ഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും നമുക്ക് എവിടെ നിന്ന് മാത്രം നോക്കാൻ പറ്റും, ഇൻഡെക്സിൽ നിന്ന് തന്നെ നോക്കാൻ പറ്റും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ harboring an offender who has escaped from custody or whose apprehension has been ordered if the offense be capital is dealt under. ഓക്കെ, അപ്പൊ എന്താണ് ഒഫൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഏത് സെക്ഷനിലാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളപ്പോ എന്താ ചെയ്യേണ്ടത്, നേരെ IPC എടുക്കുക. അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇതില് എന്തുണ്ടാവും, കമ്പാരിറ്റീവ് ടേബിൾ ഉണ്ടാവും. ആ കമ്പാരിറ്റീവ് ടേബിളിൽ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. 2, 15, 16, 17, 18 ആണ് പറയുന്നത്. നേരെ ആ സെക്ഷൻ 215ലേക്ക് പോവുക. ആദ്യം കിടക്കുന്നത് 215 ആണല്ലോ, അതുകൊണ്ട് തന്നെ നേരെ ആ സെക്ഷൻ 215ലേക്ക് പോവുക. സെക്ഷൻ 215 എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, IPCയുടെ ഭാഗം തന്നെ നോക്കണേ. ഇവിടെ IPC ആണ് പറഞ്ഞിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിത ആണെങ്കിൽ ആ സെക്ഷൻസ് നോക്കുക എന്നുള്ളതാണ്. അപ്പം 215ൽ ടേക്കിംഗ് ഗിഫ്റ്റ് ടു ഹെൽപ്പ് ടു റിക്കവർ സ്റ്റോളൻ പ്രോപ്പർട്ടി അതല്ല. സെക്ഷൻ 216ൽ പറയുന്നുണ്ട് ഹാർബറിംഗ് ആൻ ഒഫൻഡർ ഹു ഹാസ് എസ്കേപ്ഡ് ഫ്രം കസ്റ്റഡി ഓർ ഹൂസ് അപ്രിഹെൻഷൻ ഹാസ് ബീൻ ഓർഡേർഡ്. അപ്പം ഇനിയുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബെയർ ആക്ട് ഉണ്ടാവണം. ബെയർ ആക്ട് വെച്ച് തന്നെ നിങ്ങൾ ഇത് ചെയ്യണം. അപ്പൊ ഇനിയിപ്പോ ബാക്കി 17, 18 ഒന്നും നോക്കാൻ നിൽക്കണ്ട. നമുക്കറിയാം 216ലാണ് harboring an offender who has escaped from custody or whose apprehension has been ordered എന്നുള്ള ഏരിയ കുറിച്ച് പറയുന്നത് 216 ആണ് ആൻസർ വരുന്നത്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. അപ്പം ഈ ക്വസ്റ്റ്യനും എവിടെ നിന്ന് മാത്രം നമുക്ക് കിട്ടും, ഇൻഡെക്സിൽ നിന്നും കിട്ടും. ഇൻഡെക്സ് മാത്രം വെച്ചിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. CRPC എന്നുള്ള ചോദ്യമാണ്. CRPCയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതില് സെക്ഷൻ 164A എന്താണ് ഡീൽ ചെയ്യുന്നത്? വിച്ച് ഓഫ് ദ
following procedure is dealt under section 164A of the CRPC. എന്ത് ചെയ്യണം? CRPC എടുക്കണം, ഇൻഡെക്സ് എടുക്കണം, സെക്ഷൻ 164A എന്താണ് എന്ന് എടുത്തു നോക്കണം. ഡയറക്റ്റ് ആയിട്ട് ഇൻഡെക്സിൽ നിന്നും കിട്ടും എന്നുള്ളതാണ്. സെക്ഷൻ 164A നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് കിട്ടുന്നത് ആദ്യത്തെ ഓപ്ഷൻ ആണ്, മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദ വിക്ടിം ഓഫ് ദ റേപ്പ് എന്ന ഏരിയ ആണ് നമുക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് വരും. അതായത് CPCയുടെ ബെയർ ആക്ട് മര്യാദയ്ക്ക് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ലെങ്കിൽ CPCയിലെ ക്വസ്റ്റ്യൻസ് ബെയർ ആക്ടിൽ നിന്നും എഴുതിയെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആക്ടുകളിൽ നമുക്കിപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആർട്ടിക്കിൾസ് ഉണ്ട്, സ്കെഡ്യൂൾസ് ഉണ്ട്. ബാക്കിയുള്ള ആക്ടുകളിലാണെന്നുണ്ടെങ്കിൽ സെക്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, ചാപ്റ്റേഴ്സ് ആയിട്ടോ പാർട്സ് ആയിട്ടോ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പിന്നെ എന്തുണ്ടാവും? സ്കെഡ്യൂൾസ് ഉണ്ടാവും. വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകും. പക്ഷെ CPCയെ സംബന്ധിച്ചിടത്തോളം, സിവിൽ പ്രൊസീജിയർ കോഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻസ് നമുക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം സെക്ഷൻസ് നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാൻ എളുപ്പമാണ്. ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് ഓരോ പാർട്ടായിട്ട് ഏതൊക്കെയാണ് സെക്ഷൻസ് എടുത്ത് നോക്കാൻ പറ്റും. പിന്നെ ഈ ഫസ്റ്റ് ഷെഡ്യൂളില് ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടാവും. ഓർഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ, ഈ ഓർഡേഴ്സിന് ഉള്ളിലുള്ളതാണ് റൂൾസ് എന്ന് പറയുന്നത്. അതായത് ഓർഡറിനകത്ത് പറയുന്ന കാര്യമാണ് നമ്മൾ റൂൾസ്. ഞാൻ അടുത്ത ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ CPCയിലെ ബെയർ ആക്ട് വെച്ചിട്ട് അതെങ്ങനെയാന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ ഇത് പറയുന്നത്. CPC പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പം എന്തിനാണ് CPCയിൽ ഇങ്ങനെ ഒരു ആദ്യം കുറച്ച് സെക്ഷൻസ് എന്ന് പറയുന്നു, പിന്നെ കുറച്ച് ഏരിയ എടുക്കുമ്പോൾ അടുത്ത സ്കെഡ്യൂളില് നമ്മൾ എന്താണ് ഓർഡേഴ്സ് പറയുന്നു. ആ ഓർഡേഴ്സിൽ ഓരോ കണ്ടന്റിനെയാണ് നമ്മൾ റൂൾസ് ആയിട്ട് പറയുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ CPCയിൽ റൂൾസും അല്ലെങ്കിൽ ഓർഡേഴ്സ് അതിനുള്ളിലുള്ളത് റൂൾസ് എന്ന് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് സാധാരണഗതിയിലുള്ള സെക്ഷൻസിൽ CPCയിലുള്ള സെക്ഷൻസിൽ പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ. അതായത് സിവിൽ പ്രൊസീജിയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ, അതായത് സിവിൽ കോഡ്സിന്റെ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജനറൽ പ്രിൻസിപ്പിൾസ്, സിവിൽ സ്യൂട്ട്സുമായി ബന്ധപ്പെട്ട ജനറൽ പ്രിൻസിപ്പിൾസ് മാത്രമാണ് എന്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്? സെക്ഷൻസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഓർഡേഴ്സിലും റൂൾസിലുമാണ് കൃത്യമായ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ CPC എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാർട്ട് 2 എക്സിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. ഓക്കെ, ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഏരിയയിൽ എങ്ങനെയാണ് നമ്മളൊരു സിവിൽ കേസിൽ എക്സിക്യൂഷൻ നടത്തുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനെ കറസ്പോണ്ട് ചെയ്തിട്ട് അതിന്റെ പ്രൊസീജിയേഴ്സും അതിന്റെ മെത്തേഡ്സും എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതിനെ കറസ്പോണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടാവും? ഓർഡർ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അത് ഏത് ഓർഡർ ആണ്, എങ്ങനെ, ആ ഓർഡറിന് വലിയ പ്രത്യേകതയുണ്ട്. CPCയിലുള്ള ഏറ്റവും വലിയൊരു ഓർഡർ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പം ഓർഡർ 21 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഓർഡർ 21-ലാണ്, അതായത് ഇപ്പം പാർട്ട് 2 എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 36 മുതൽ സെക്ഷൻ 36 മുതൽ നമുക്ക് എന്താണ് 74 വരെ എക്സിക്യൂഷനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിനെ കറസ്പോണ്ട് ചെയ്തിട്ടുള്ള ഓർഡർ ആണ് ഓർഡർ 21. അതിനകത്തും എക്സിക്യൂഷൻ ഓഫ് ഡിക്രീസ് ആൻഡ് ഓർഡേഴ്സ് ആണ് പറയുന്നത്. ഈ സെക്ഷൻ 36 മുതൽ 74 വരെ ജനറൽ പ്രിൻസിപ്പിൾസിന്, അതായത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ജനറൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഓർഡർ 21-ലേക്ക് വരുമ്പോൾ അത് എങ്ങനെ നമ്മൾ അതിന്റെ പ്രൊസീജിയർ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, ഏത് രീതിയിലാണ് ഓരോ ഇതിലും എക്സിക്യൂഷൻ നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ഓർഡർ ആണ് ഓർഡർ 21 എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിലും ഈ ഓർഡർ ഇവിടെ എഴുതിയിരിക്കുന്ന ന്യൂമറിക്കൽസ് നോക്കിക്കുക 38, 39, 40. പക്ഷെ നമ്മൾ ബെയറാക്ട് എടുത്ത് നോക്കുമ്പോൾ അതെന്തായിരിക്കും? ബെയറാക്ട് എടുത്ത് നോക്കുമ്പോൾ അതിൽ റോമൻ ലെറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ടെമ്പററി ഇൻജങ്ഷൻ ആൻഡ് ഇന്റർലോക്യൂട്ടറി ഇൻജങ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? നേരെ CPC എടുക്കുക. ഏത് ഓർഡറിലാണ് ഡീൽ ചെയ്യുന്നത് എടുക്കണം. അപ്പൊ ആദ്യം തന്നെ സെക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ സെക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഓർഡേഴ്സ് എവിടെ വരും? ഫസ്റ്റ് ഷെഡ്യൂൾ. അതായത് 158 സെക്ഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ എടുക്കണം. ഫസ്റ്റ് ഷെഡ്യൂളിൽ ഓർഡർ 1 ഡീൽസ് വിത്ത് പാർട്ടീസ് ടു സ്യൂട്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഓർഡർ 1ഉം ഒന്നും നോക്കണ്ട, 38, 39, 40, 41 ഏതാണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ അത് റോമൻ ലെറ്ററിൽ നോക്കാൻ അറിഞ്ഞിരിക്കണം എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതിന് എന്ത് ചെയ്തിരിക്കണം? ബെയറാക്ട് വൺസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ മറിച്ച് നോക്കിയിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇതില് ഓർഡർ 38ൽ എന്താണ് പറയുന്നതെന്ന് അറിയണമെങ്കിൽ നേരെ ഇൻഡെക്സ് എടുക്കുക, 38 എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബെയറാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും എന്ത് പാടാണ് ഇത് തപ്പി എടുക്കുക എന്നുള്ളത്. അപ്പൊ ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ ആ ബെയറാക്ട് നോക്കാൻ ശരിക്കും ഈ ഒരു എക്സാമിന്റെ ഒരു പർപ്പസ് തന്നെ എന്താണ്? നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും വെറുതെ പോയി കോടതികളിൽ റെപ്രസെന്റേഷൻ എന്നതിനപ്പുറം നിങ്ങൾ ഒരു ആക്റ്റീവ് പ്രാക്ടീസ് നടത്തുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ സാധനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ബെയറാക്ട്സ് ആണ്. ബെയറാക്ട് എന്നാണ് നോക്കി നമ്മൾ ഇതെല്ലാം ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കേണ്ടത്. അപ്പൊ അത് നോക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക. കാരണം കോളേജിൽ വെച്ച് ഇത് നോക്കി പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. എത്ര പേര് ബെയറാക്ട് വെച്ച് തന്നെ പഠിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ സംശയമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ആക്ച്വലി ഇതൊരു ഓപ്പർച്യൂണിറ്റി കൂടെയാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും, ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ ബെയറാക്ട് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം 38 നോക്കുക. ഓർഡർ 38 എന്ന് പറയുമ്പോൾ റോമൻ ലെറ്ററിൽ അത് അറിഞ്ഞിരിക്കണം. 3 എന്ന് പറയുമ്പോൾ 3x കാണും, അങ്ങനെ ഓർക്കണം. ഓക്കെ. പിന്നെ 8 അറിയാലോ, V111 അല്ല VII എന്നുള്ള രീതിയിൽ. അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്ക് പ്രത്യേകമായിട്ട് അറിയത്തില്ല. മീൻസ് അതെങ്ങനെ പറയുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും അത് നോക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. 10 എന്ന് പറയുന്ന x ആണ്. അപ്പൊ 30 എന്ന് പറയുമ്പോൾ 3x വരും എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് ഞാൻ സാധാരണ പറയുന്നത്. ഓക്കെ. അപ്പം അതിൽ 38 നോക്കുമ്പോൾ ഓർഡർ 38 ഡീൽസ് വിത്ത് അറസ്റ്റ് ആൻഡ് അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ് ആണ്. പിന്നെ ഓർഡർ 39 എടുക്കുമ്പോൾ ടെമ്പററി ഇൻജങ്ഷൻ ആൻഡ് ഇന്റർലോക്യൂട്ടറി. അപ്പൊ ഇതും ഇൻഡെക്സിൽ നിന്നാണ്, നമ്മൾ ബെയറാക്ടിന്റെ ഉള്ളിലേക്ക് പോകണ്ട. ഓക്കെ. അപ്പൊ ഓർഡർ 39ലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഈ പറയുന്ന ടെമ്പററി ഇൻജങ്ഷൻസ് ആൻഡ് ഇന്റർലോക്യൂട്ടറി ഇൻജങ്ഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത സെറ്റ് ആണ്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഫസ്റ്റ് സെറ്റിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബെയറാക്ടിന്റെ കണ്ടന്റ് പോർഷൻ അല്ലെങ്കിൽ ഇൻഡെക്സ് പോർഷൻ മാത്രം വെച്ചുകൊണ്ട് എങ്ങനെ ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത്. ബാക്കിയുള്ള ഏരിയാസ് അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. ഓക്കെ. താങ്ക് യു.